ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിനടുത്തുള്ള ഹോട്ടൽ ഇക്കായിസിലാണ്. കോഴിക്കോട്ടെ തനത് ഭക്ഷണങ്ങൾ കൊണ്ട് പണ്ടേ പ്രശസ്തി നേടിയതാണ് ഈ സ്ഥലം. എന്നാൽ ഇന്ന് ഇവിടുത്തെ വിശേഷം ഇതൊന്നുമല്ല. ഇവിടുത്തെ ചായക്കൗണ്ടറിൽ നിൽക്കുന്ന 3 പേരാണ്. ഭിന്നശേഷിക്കാരായ റിൻഷാദിനും അമീനിനും മുബഷീറിനും ഇത് പുതിയൊരു ജീവിതമാണ്. കോഴിക്കോട് ഇക്കായിസിലെത്തുന്നവരെ സ്വീകരിക്കുന്നത് ഇവരാണ്. നടക്കാവ് വി സ്മൈൽ സ്പെഷ്യൽ സ്കൂളിൽ നിന്നും 2 ആഴ്ച മുൻപാണ് ഇവർ ഇവിടേക്ക് എത്തിയത്. വൈകിട്ട് 4:30 തുറക്കുന്ന ഈ ചായ കൗണ്ടറിൽ സ്നേഹത്തോടെ ഭക്ഷണങ്ങൾ നൽകുന്ന ഇവർക്ക് ഇത് പുതിയ തുടക്കമാണ്. വി സ്മൈലുമായിട്ട് സഹകരിച്ചിട്ടാണ് ഇക്കായിസ് സത്യം പറഞ്ഞാൽ ഒരു അവസരം നൽകുകയാണ്. നമ്മൾ സിമ്പതി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, എമ്പത്തറ്റിക് ആവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശം. ഇവരെപ്പോലത്തെ കുട്ടികൾക്ക് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അവസരം കൊടുക്കണം. കാരണം നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് 15-20 വയസ്സ് വരെ ഈ കുട്ടികൾ ഓരോ സ്കൂളിൽ പോയി പഠിക്കുകയും ഇതൊക്കെ ചെയ്യും. പക്ഷെ അതിനുശേഷം പിന്നെ അവരെ നമുക്ക് അങ്ങനെ മുഖ്യധാരയിലേക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവരെ സെൽഫ് ക്യാപ്പബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ജോലിക്കെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ പണികളെല്ലാം പഠിച്ചു കഴിഞ്ഞു. കടയിലെത്തുന്നവരെ പുഞ്ചിരിയോടെ സ്വീകരിക്കാനും ഇവർ മറക്കാറില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വരുന്ന മാറ്റങ്ങളെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ അപ്പോയിൻ്റ് ചെയ്തത്. അപ്പം ഫസ്റ്റ് ഡേ മുതൽ അവർ ഓടി നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാണ്. ഇപ്പം ഒരാഴ്ച അവരോട് വർക്ക് ചെയ്യുന്നു. ഇപ്പോഴത്തെ അവരുടെ ചിന്ത എങ്ങനെ ബിസിനസ് കൂട്ടാം എന്നുള്ളതിനെ പറ്റിയാണ്. ഇപ്പം ചായ മാത്രമുള്ളതെന്ന് ലൈമും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും സെയിൽ കിട്ടും, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടിയും ബെനിഫിറ്റ് ആവും. അങ്ങനത്തെ ചിന്തകൾ അവർ കിട്ടാൻ തുടങ്ങി. ഇപ്പം അതിനെപ്പറ്റി അവരുടെ സംസാരങ്ങൾ, അതിനെപ്പറ്റി അവരുടെ ചിന്തകൾ മാറി. അവരെ ആളുകളായിട്ട് സംസാരിക്കുന്ന ഇടപഴകുന്ന അവരെ മാറ്റി നിർത്തിപ്പെടുന്നില്ല. ഇപ്പം ഡിസേബിൾഡ് എന്നുള്ളതിന് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ട് പീപ്പിളായിട്ട് അവർ മാറി. അവരോട് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ ചോദിച്ചാൽ പറയും ഇല്ല, ഞങ്ങൾ ഷാർപ്പ് ടൈം 7 ഇറങ്ങുള്ളൂ. കാരണം അവരായി മാറിക്കഴിഞ്ഞു. ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ ജോലി ഇവർക്ക് നൽകിയത്. ജോലിയോട് വളരെയധികം ആത്മാർത്ഥതയോടുകൂടിയ സമീപനമാണ് ഇവർ പുലർത്തുന്നത്. പാരൻസ് അവരെ കാണാൻ വരുന്നു. കാരണം ഇത്രയും കാലം അവരെ മക്കൾ അനുഭവിക്കാത്ത ഒരു സന്തോഷം അവർ അനുഭവിക്കുന്നു. അവരുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരുന്നു, അവരുടെ ഡെയിലി റുട്ടീനിൽ മാറ്റം വരുന്നു. ഇപ്പം അമീൻ്റെ ഉമ്മ വന്ന് പറഞ്ഞതും ഞങ്ങൾ അനുഗ്രഹിച്ചതൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. കാരണം ഉമ്മ പറഞ്ഞത് ഞങ്ങളുടെ മോന് ഇപ്പം അവൻ്റെ ആ ഒരു ഡെയിലി കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നു. അവൻ്റെ കാര്യങ്ങൾ അവൻ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. അവൻ ഉമ്മാനെ വിളിച്ച് പറയുകയാണ് എനിക്ക് പൈസ കിട്ടാൻ തുടങ്ങി, എനിക്ക് ഉമ്മാക്ക് ബസ്സിൻ്റെ പൈസ തരേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവർ തന്നെ ആപ്റ്റായിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാ കാര്യത്തും ഞാൻ ഇടപെടും. പിന്നെ എൻ്റെ വീട്ടിലെ അവസ്ഥ ഒരുപാട് എന്തെല്ലോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇക്കാക്കന്മാർ കാര്യത്തിൽ മുങ്ങിക്കെടുക്കുകയാണ്. ആ കട വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഒരു കയ്യാൻ കിട്ടാൻ. ഞാൻ പറയും എനിക്ക് കാശ് വേണ്ട, ഞാൻ സ്ഥാപനം തൊട്ട് പോവുക പറയും. ആദ്യമൊക്കെ അതിശയപ്പെട്ടെങ്കിലും കടയിലെത്തുന്നവരും ഇപ്പോൾ ഇവരെ സ്നേഹത്തോടെ മനസ്സിലാക്കി കഴിഞ്ഞു. തിടുക്കം കാണിക്കാതെ ഇവരോട് സ്നേഹത്തോടെയാണ് കടയിലെത്തുന്നവരും പെരുമാറുന്നത്. ഫസ്റ്റായിട്ട് അവരിവിടെ വന്ന സമയത്ത് കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ അവർ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും അറിയില്ലായിരുന്നു അവർ ഇങ്ങനത്തെ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആൾക്കാരാണെന്നുള്ളതൊന്നും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സമയത്ത് 2-3 അവർക്ക് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പം ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങിയതും അതുപോലെ തന്നെ അവർ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുമ്പോൾ ആൾക്കാരായിട്ട് വന്നപ്പോൾ തന്നെ പേരെന്താണ്, എവിടെ സ്ഥലം, അവർ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം. അതുപോലെ തന്നെ ആൾക്കാർ ഒന്ന് ക്ഷമയോടുകൂടി അവരെ കാര്യങ്ങളൊന്നും നമ്മളെപ്പോലെ ഫാസ്റ്റായിട്ടൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പം കസ്റ്റമേഴ്സ് അവരെ അറിയാൻ തുടങ്ങിയപ്പം അവർ അതിനനുസരിച്ചുള്ള കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. ഡെയിലി അവരെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ തൊഴിലാളികളാണെങ്കിലും ഈ ഭാഗത്തുള്ള അടുത്തുള്ള ഷോപ്പുകളിലെ ആൾക്കാരാണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. കുറേ ആൾക്കാർ നമ്മോട് ഷെയർ ചെയ്ത കാര്യം വെച്ചാൽ അവരെ ഞങ്ങളുടെ ഷോപ്പിലേക്കും എടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള കുറേ മെസ്സേജ് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഒന്നും കൂടി പ്ലാൻ ചെയ്തിട്ട് വിസ്മയിലൊക്കെ സംസാരിച്ച് വിസ്മയിലൊക്കെ അവരെ കുറച്ചും കൂടി ഇതേപോലെ കഴിവുള്ള ആൾക്കാരെ വേറെ മേഖലയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ജോലിയിൽ മാത്രമല്ല കലാപരമായും മികവ് പുലർത്തുന്ന ഇവർക്ക് മോഹൻലാലും മമ്മൂട്ടിയും നിഷ്പ്രയാസം വഴങ്ങും. സത്യം തോന്നി പഠിക്കുന്ന വീട്ടിൽ കൊച്ചിന് ഒടുക്കാൻ നിൽക്കല ഒളിച്ച് കഴിയും ഞാൻ ദാവന പോലീസ് ദാവന പോലീസ് ദാവന പോലീസ്. ഇവർ നൽകുന്ന സുലൈമാനിയിൽ പ്രതീക്ഷയുടെ മുഹബത്തുണ്ട്. ഇതൊരു നല്ല തുടക്കമാവട്ടെ. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നമുക്ക് ഇവരെ കൈപിടിച്ചുയർത്താം.